ഹായ് ഓൾ, വെൽക്കം. ഞാൻ അൻസാർ. ഗ്രീൻ ആരോ ട്രേഡിംഗ് അക്കാദമിയുടെ ഒരു പുതിയ സീരീസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഒരു ബിഗിനർ ലെവലിൽ നിന്ന് അഡ്വാൻസ് ലെവലിൽ ട്രേഡർ ആവാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ സീരീസിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ട്രേഡിങ്ങിലേക്ക് പുതുതായി കടന്നു വരുന്ന ഒരാൾക്ക് ട്രേഡിംഗ് എവിടെ നിന്ന് തുടങ്ങണം, എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അറിയാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഇനി വരുന്ന വീഡിയോസ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് പബ്ലിക്കലി ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. ഇനി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു ഹിസ്റ്ററിയോടെ നമുക്ക് നോക്കാം. 1875 ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ നിന്ന് ട്രേഡിംഗ് തുടങ്ങിയതാണ്. ഇന്ന് 2024 ഏകദേശം 7500-ലധികം കമ്പനികൾ നമ്മുടെ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് NSE എന്ന് പറയുന്ന നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അത് അല്ലെങ്കിൽ BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് 2 മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. ഏഷ്യയിലെ ഏറ്റവും പഴക്കം കൂടിയ ഫസ്റ്റ് പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടിയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്പനികൾ ലിസ്റ്റ് ചെയ്യപ്പെട്ട എക്സ്ചേഞ്ച് ആണ് BSE അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSEയുടെയും ആസ്ഥാനം വരുന്നത് മുംബൈയിലാണ്. അതുകൊണ്ട് തന്നെ എന്തുണ്ട്, നമുക്ക് ലീവുകൾ വരുന്നത് മുംബൈയിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്ര സംസ്ഥാനത്ത് എന്താണോ വരുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് വരുന്ന ലീവുകൾ. 1990 വരെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമുക്ക് ഇന്ന് ഈ കാണുന്ന രീതിയിലല്ല ട്രേഡിംഗ് നടത്തിയിരുന്നത്. 1990 എന്തായി, ബോട്ട് എന്ന പേരിൽ ഇലക്ട്രോണിക് സിസ്റ്റത്തിലേക്ക് മാറി, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന രീതിയിലേക്ക് മാറി. 1992 NSE കൂടെ വന്നതോടുകൂടിയാണ് ഇത്രയധികം ട്രേഡിംഗ് വോളിയം അല്ലെങ്കിൽ ഇത്രയധികം ഫെമിലിയർ ആയി തുടങ്ങിയത്. NSEയിൽ 2023 ഡിസംബറിലെ കണക്കനുസരിച്ച് ഏകദേശം 2240-ലധികം കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് 2024 ഒക്ടോബറിലേക്ക് ഒരുപാട് കമ്പനികൾ IPO വഴി ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ 7500 എന്നുള്ളത് 8000-ഓ അതിലധികം ആയിട്ടുണ്ടാവാം നിലവിൽ. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളിൽ ഈ NSEയിലും BSEയിലും സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്ത കമ്പനികളുണ്ട്, അതേപോലെ രണ്ടിലും ഒരുമിച്ച് ലിസ്റ്റ് ചെയ്ത കമ്പനികളുണ്ട്. അതായത് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്ത കമ്പനികളും ഉണ്ട് എന്നർത്ഥം. NSEയുടെ ഇൻഡെക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ മേജർ ഇൻഡെക്സ് ആയിട്ടുള്ള Nifty 50 എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് 50 കമ്പനികളുടെ ഇൻഡെക്സ് കൂടെയാണ്. അതായത് ഈ കമ്പനികളുടെ വെയ്റ്റഡ് ആവറേജ് മൂവ്മെന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ Nifty 50യും പോസിറ്റീവായിട്ട് മൂവ് ചെയ്യും. എഗെയിൻസ്റ്റ് ആണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ Nifty 50 എന്ത് ചെയ്യും, ഡൗൺ സൈഡ് വരും എന്നുള്ളതാണ്. ഇപ്പം യുദ്ധം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള ചുറ്റുപാടിലുണ്ടെങ്കിൽ ആദ്യം വരുന്നത് ഈ കമ്പനികളുടെ വില ഇടിയും എന്നുള്ളതാണ്. അതിനനുസരിച്ച് എന്ത് ചെയ്യും, Nifty 50യോ അല്ലെങ്കിൽ സെൻസെക്സോ താഴെ വരാം. ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് വോളിയം ഉള്ളത് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഉള്ളത് NSEയിലാണ്. നിങ്ങൾ ട്രേഡിങ്ങിനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഇനി വരുന്ന വീഡിയോസ് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടാകും.